പി ശ്യാംരാജ്, അതായത് ഈ യങ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന് ബിസിനസ് പ്രവർത്തനങ്ങളില്ല, അതിൻ്റെ ഓഹരി സ്വത്ത് വാടക വരുമാനമെല്ലാം കുറ്റകൃത്യത്തിൻ്റെ ഭാഗം എന്നാണ് ഇ ഡി പറയുന്നത്. സാമ്പത്തിക നേട്ടമുണ്ടാക്കാനോ യങ് ഇന്ത്യ എന്ന കമ്പനി ഉണ്ടാക്കിയത്? അതാണോ വെളിവാകുന്നത്? അത് തന്നെയാണ് വെളിവാകുന്നത്. ഒന്നുകൂടെ നോക്കൂ, സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ചിട്ടും അവരുമായിട്ടുള്ള കമ്മിറ്റ്മെന്റിനെ കുറിച്ചിട്ടൊക്കെ കോൺഗ്രസിന്റെ വക്താവ് ഇവിടെ പറയുന്നുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, 5000-ഓളം വരുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളിൽ നിന്ന് ഷെയർ വാങ്ങിയിട്ട് അവരിൽ നിന്ന് 100 രൂപ വീതം വാങ്ങിയിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കമ്പനിയാണല്ലോ ഇത്. AJL ആയിരുന്നല്ലോ ഇത്. അതായത് ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന സതുദ്ദേശത്തോടു കൂടി തുടങ്ങിയ ഒരു കമ്പനിയും അതിൽ നിന്ന് തുടങ്ങിയ പത്രങ്ങളും, ആ പത്രങ്ങളുടെ അല്ലെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ എങ്ങനെയാണ് 2 പേരിലേക്ക് പോകുന്നത്? ഈ കോൺഗ്രസ് പാർട്ടി മനസ്സിലാക്കേണ്ട ഇവരുടെ പ്രശ്നം അടിസ്ഥാനപരമായിട്ട് ഇതാണെന്ന്. ഇന്ത്യ എന്നാൽ ഇന്ദിരയാണെന്നും ഇന്ത്യ എന്നാൽ നെഹ്റു ആണെന്നൊക്കെയാണ് ഇവരുടെ വിചാരം. ഇവരിപ്പോഴും വിചാരിക്കുന്ന കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് മൊത്തമായിട്ടുള്ളതാണ് എന്നും എന്തും എങ്ങനെയും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ നെഹ്റു കുടുംബത്തിന് തീരെഴുതി എടുക്കാം എന്നുമുള്ളതുമാണ്. ഒരു സാമാന്യ, ഞാനതിന്റെ കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നതിനപ്പുറത്തേക്കുള്ള ചില സാമാന്യ മര്യാദകളെ കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. ഈ യങ് ഇന്ത്യ കമ്പനി അവര് ഇതിന്റെ ഈ AJLന്റെ ഷെയർ എടുക്കുന്ന സമയത്ത് ഈ ഷെയർ ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളെ, മാർക്കണ്ഡേ കടിച്ചു അടക്കമുള്ള ആളുകൾ പറഞ്ഞില്ലേ, അദ്ദേഹം പറഞ്ഞു ഞാൻ ഈ കേസിന്റെ മെറിറ്റിലേക്ക് പോകുന്നില്ല, പക്ഷേ ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല ഇങ്ങനെ ഒരു ഓഹരി കൈമാറ്റം നടന്നിട്ടുള്ളത്. അതായത് ഈ ഷെയറുകൾ കോൺഗ്രസ് പാർട്ടിയിലേക്ക് പോലും അല്ലാതെ രാഹുൽ ഗാന്ധിയുടെയും അമ്മ സോണിയാഗാന്ധിയുടെയും കയ്യിലേക്ക് 76% ഷെയർ പോകുന്ന കാര്യം ഞാൻ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രഹസ്യമായിട്ട് ആരെയും അറിയിക്കാതെ, ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കാതെ ഈ പറഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികൾ വിയർപ്പൊഴുക്കി നേടിയിട്ടുള്ള അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ കോൺഗ്രസ് പാർട്ടി, അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബം, ഞാൻ കോൺഗ്രസ് പാർട്ടി എന്നും പറയുന്നില്ല, നെഹ്റു കുടുംബം തട്ടിയെടുക്കുകയാണ് ചെയ്തത്. ഇതൊരു കോമൺ സെൻസ് ആണ്, സാമാന്യ യുക്തിയാണ്. ആ രീതിയിലാണ് ഇവരെ തട്ടിയെടുത്തിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് ഈ 2000 കോടി എന്ന് പറയുന്നതിന്റെ കണക്ക് എങ്ങനെയാണ്? അത് അവരുടെ വസ്തുവകകളും അതോടൊപ്പം തന്നെ മുഴുവൻ സംവിധാനങ്ങളും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു കണക്കാണ്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നേക്കാം. എന്ന് പറഞ്ഞെങ്കിൽ പോലും ഈ 50 ലക്ഷം രൂപയ്ക്ക് എങ്ങനെയാണ് ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കുക? അപ്പോ മുൻകാലങ്ങളിൽ സംഭവിച്ചതുപോലെ ഇന്ത്യയിലെ ജനങ്ങളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ, അവരുടെ പാരമ്പര്യത്തെ അവരെ കബളിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രാഹുൽ ഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഞാൻ കോൺഗ്രസ് പാർട്ടി എന്ന് പോലും പറയുന്നില്ല. കാരണം കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഇവരാണെങ്കിൽ അങ്ങനെ ഒരു വയ്പുണ്ടെങ്കിൽ സമ്മതിക്കാം. അതല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളെ, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പാരമ്പര്യത്തെ കട്ടെടുക്കുന്ന നിലപാടാണ് കോൺഗ്രസ് പാർട്ടി കാണിച്ചിട്ടുള്ളത്. യാതൊരു സംശയവും വേണ്ട. ഇപ്പൊ തിന്നിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കോൺഗ്രസിലെ വക്താവ് പറയുന്നത് കേട്ടു, അവർ കുറ്റവാളികളാണെന്ന് തെളിയിക്കപ്പെടട്ടെ, ജയിലിടട്ടെ എന്നൊക്കെ. സമയം വരില്ലേ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കേസ് ഇത്ര സമയത്തിനുള്ളിൽ കേസ് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര സമയത്തിനുള്ളിൽ ചെയ്തു എന്നുള്ള ഒരു അളവ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുമോ? കേസ് ഇൻ പ്രോസസ് ആണ്. ആ കേസ് നടക്കുക തന്നെ ചെയ്യും. ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇതിങ്ങനെ പോവുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും കോൺഗ്രസിലെ നേതാക്കന്മാരും തെറ്റ് ചെയ്തിട്ടുണ്ട്, കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ട്, ജയിലറുകൾക്കുള്ളിൽ ആവുക തന്നെ ചെയ്യും. അത് സ്വാതന്ത്ര്യ സമര സേനാനികളോടുള്ള ഒരു നീതി കൂടിയാണ് എന്നാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്.